എങ്കക്കാടിന്റെ മണ്ണിൽ വീണ്ടും നിറച്ചാർത്ത് ദേശീയ കലാ ക്യാമ്പിന്റെ 10ാം പതിപ്പിന് തുടക്കമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്തരായ 20ഓളം കലാകാരന്മാരാണ് ഇത്തവണ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. സർക്കാർ കോർപ്പറേറ്റ് സഹായങ്ങളില്ലാതെ എങ്കക്കാട് ഗ്രാമവാസികളുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പ് ജനുവരി 11 വരെ നീണ്ടുനിൽക്കും. രാജ്യത്തെ ശ്രദ്ധേയമായ ബദൽ കലാ ക്യാമ്പുകളിൽ ഒന്നായ നിറച്ചാർത്ത് ദേശീയ കലാ ക്യാമ്പിന് എങ്കക്കാട് ഗ്രാമത്തിൽ തുടക്കമായി. ക്യൂറേറ്റർ സുജിത് എസ്.എൻ, മുതിർന്ന കലാകാരന്മാരായ നിജീന നീലാംബരൻ, കെ മുരളീധരൻ, ചന്ദ്ര ഭട്ടാചാര്യ, ഗായത്രി ഗാമൂസ് എന്നിവർ ചേർന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജനുവരി 11 വരെ നീണ്ടുനിൽക്കുന്ന ക്യാമ്പിൽ ബറോഡ, കൊൽക്കത്ത, ഡൽഹി, മുംബൈ തുടങ്ങിയ വിവിധ നഗരങ്ങളിൽ നിന്നുള്ള 20ഓളം പ്രശസ്ത കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത്. 2014 ആരംഭിച്ച നിറച്ചാർത്ത് 10ാം വർഷം പിന്നിടുമ്പോൾ ഗ്രാമവാസികളുടെ കൂട്ടായ്മയിൽ നടക്കുന്ന സമാനതകളില്ലാത്ത കലാപ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ക്യാമ്പിന്റെ ഭാഗമായി എങ്കക്കാട് ഒടുവിൽ വായനശാലയിൽ അസ്ന എം.എ, തസ്നി എം.എ എന്നീ സഹോദരികളുടെ ചിത്ര പ്രദർശനവും നടക്കുന്നുണ്ട്. കലയ്ക്കും കലാകാരന്മാർക്കും എതിരെ രാജ്യത്ത് നടക്കുന്ന മതമൗലികവാദ ആക്രമണങ്ങളിൽ ഉദ്ഘാടന ചടങ്ങ് പ്രതിഷേധം രേഖപ്പെടുത്തി. കൊച്ചിൻ മുസാരീസ് ബിനാലയിൽ നിന്നും ടോം വട്ടക്കുഴിയുടെ ചിത്രം നീക്കം ചെയ്ത നടപടി സാംസ്കാരിക കേരളത്തിന് അപകടകരമായ പ്രവണതയാണെന്ന് ചടങ്ങിൽ അഭിപ്രായമുയർന്നു. കലാകാരന്മാർക്ക് എങ്കക്കാട് ഗ്രാമത്തിൽ സ്വതന്ത്രമായി ഇരുന്ന് ചിത്രങ്ങൾ വരയ്ക്കുവാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ സ്ലൈഡ് പ്രസന്റേഷനുകളും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളും ക്യാമ്പിന്റെ ഭാഗമായി അരങ്ങേറും. വധൂവരന്മാർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് നൽകുന്ന 2500 സ്ക്വയർ ഫീറ്റിലെ വിശാലമായ ഷോറൂം ഹന ട്രിങ്കറ്റ്സ്. ട്രെൻഡ്സിനും ബസ് സ്റ്റാൻഡിനും മധ്യേ വടക്കാഞ്ചേരി. വധുവിന്റെ മനസ്സിനിണങ്ങിയ ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്ത് റെന്റിന് നൽകുന്നു. ആര്യ വർക്ക്സ്, സർദോസി മുതലായ ഹാൻഡ് വർക്ക്സും സ്റ്റിച്ചിങ്ങും ചെയ്തു കൊടുക്കുന്നു. ആഭരണങ്ങളുടെ വ്യത്യസ്തമായ കളക്ഷനും വധൂവരന്മാരുടെ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഹന ട്രിങ്കറ്റ്സ്, വടക്കാഞ്ചേരി.